ഹരിയാനയിലെ ശംഭു അതിർത്തിയിൽ തമ്പടിച്ച് സമരത്തിന് ഒരുങ്ങുന്ന കർഷക സമര നേതാക്കൾക്ക് സമരഭടന്മാർക്കും ഇടുത്തി പോലൊരു നിയമം ഇതാ ഹരിയാന പോലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹരിയാന പോലീസ് പറഞ്ഞത് ഈ അക്രമം നടത്തിയ സമരക്കാരുടെ വിസയും പാസ്പോർട്ടും റദ്ദ് ചെയ്യാൻ തങ്ങൾ ഒരുങ്ങുകയാണ്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന് അംബസികൾക്കും ഇത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവരം പുറത്തുവിട്ടത് അംബാല പോലീസ് സൂപ്രണ്ട് ജോഗീന്ദർ ശർമ്മയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ അക്രമകാരികളെ തങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പഞ്ചാബിൽ നിന്ന് വന്ന ഈ സമരക്കാരാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത്. പൊതുമുതൽ സ്വകാര്യ മുതൽ ഉൾപ്പെടെ നശിപ്പിക്കുകയായിരുന്നു. ഇവരുടെ പാസ്പോർട്ടും വിസയും നമുക്കറിയാം. ഈ സമരം ചെയ്യുന്നവർ എല്ലാവരും തന്നെ ഈ കർഷകരോ ദരിദ്രനാരായണന്മാരോ ഒന്നുമല്ല. വിദേശത്തു നിന്നൊക്കെ എത്തിയിട്ട് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നെത്തിയിട്ട് വിവിധ സംഘടനകൾ അനുഭാവികളായി എത്തി സമരം ചെയ്യുന്നവരുണ്ട്. ഈ പലവരും ഈ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നവരുമൊക്കെയാണ്. ഏതായാലും അവരുടെയൊക്കെ വിസയും പാസ്പോർട്ടും റദ്ദ് ചെയ്യാനുള്ള ഒരു നീക്കം ഹരിയാന പോലീസ് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഏതായാലും സമരം ശക്തിപ്പെടുത്താൻ കർഷക സംഘടനകൾ നീക്കം നടത്തുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു നീക്കം. ഒപ്പം തന്നെ ഒരാഴ്ചയിലേറെയായി സൂക്ഷിച്ചിരുന്ന മൃതദേഹം, അതായത് സമരത്തിൽ മരിച്ച ഒരാളുടെ മൃതദേഹം സംസ്കരിക്കാൻ ഇപ്പോൾ സമരസംഘടനകൾ തീരുമാനിച്ചതായിട്ട് ഒരു വിവരം പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.